ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പെൺകുട്ടി നിങ്ങളെ വീണ്ടും വീണ്ടും നോക്കുന്നത്? പലപ്പോഴും നിങ്ങൾ പുരുഷന്മാര് ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ ആകെ വിഷമിക്കാറുണ്ട് അല്ലേ? ആ നോട്ടം വെറുമൊരു നോട്ടമാണോ, അതോ അതിന് പിന്നില് വല്ല പ്രത്യേക കാരണങ്ങളുമുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടി ഒരു പുരുഷനെ എപ്പോഴും നോക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളെ കുറിച്ചിട്ടാണ്. വീഡിയോ മുഴുവനായി കാണുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ രഹസ്യം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊരു ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ചെറിയൊരു ഹേർട്ട് എങ്കിലും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ്, ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം കൊണ്ടാണ്. ഒരു പെൺകുട്ടി നിങ്ങളെ തുടർച്ചയായി നോക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൾക്ക് നിങ്ങളോട് തോന്നുന്ന ഇഷ്ടം കൊണ്ട് തന്നെയാകാം. മനഃശാസ്ത്രപരമായി നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അറിയാതെ തന്നെ നമ്മളുടെ കണ്ണുകൾ അവരിലേക്ക് പോകും എന്നാണ് പറയാറുള്ളത്. ആ നോട്ടത്തിൽ ഒരു പ്രത്യേക തിളക്കവും കൗതുകവും നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നേരിട്ട് സംസാരിക്കാൻ പേടിയുള്ളവരായിരിക്കും ഇത്തരത്തില് നോക്കി നിൽക്കുന്നത്. തന്റെ മനസ്സിലെ ഇഷ്ടം വാക്കുകളാൽ പറയാൻ കഴിയാത്തപ്പോൾ കണ്ണുകൾ ആ ജോലി ഏറ്റെടുക്കുന്നു. നിങ്ങൾ മറ്റൊരിടത്തേക്ക് നോക്കുമ്പോൾ അവൾ നിങ്ങളെ നോക്കുകയും നിങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് കണ്ണു വെട്ടിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഉറപ്പായും ഇഷ്ടം തന്നെയാണ്. ഈ നോട്ടം പലപ്പോഴും ഒരു തുടക്കമാണ്. നിങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ നിശബ്ദമായ ആഗ്രഹം. നിങ്ങളുടെ ചിരിയോ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയോ ഒക്കെ അവരെ ആകർഷിക്കുന്നുണ്ടാകാം. പ്രണയത്തിന്റെ ആദ്യത്തെ ഭാഷ എപ്പോഴും കണ്ണുകളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരം നോട്ടങ്ങളെ ഗൗരവമായി കാണുക. അവൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്. സ്നേഹം തുടങ്ങുന്നത് മിക്കവാറും ഇത്തരത്തിലുള്ള നോട്ടങ്ങളിൽ നിന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ആകാം. പ്രണയം മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തില് തോന്നുന്ന ഒരു ബഹുമാനം കൊണ്ടും ഒരാള് നിങ്ങളെ ഇങ്ങനെ നോക്കിയെന്നും വരാം. നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസമോ അവളെ ആകർഷിച്ചിട്ടുണ്ടാകാം. സമൂഹത്തിൽ മാന്യമായി പെരുമാറുന്ന പുരുഷന്മാരെ സ്ത്രീകളെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരു കാര്യത്തില് വലിയ കഴിവുള്ള വ്യക്തിയായിരിക്കാം. അത് കാണുമ്പോഴുള്ള ആരാധനയാകാം ഈ ഒരു നോട്ടത്തിന് പിന്നില്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ ഒരു കഴിവ് അവളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇത്തരം നോട്ടങ്ങളില് പ്രണയത്തേക്കാൾ ഉപരി ഒരു വലിയ ബഹുമാനം ഒളിഞ്ഞിരിപ്പുണ്ടാകും. നിങ്ങളെ ഒരു മാതൃകയായി കാണുന്നത് കൊണ്ടും ഇത്തരത്തിൽ നോട്ടങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുന്ന രീതി അവൾ ശ്രദ്ധിക്കുന്നുണ്ടാകാം. നല്ല സ്വഭാവമുള്ളവരെ കാണുമ്പോൾ ആർക്കും ഒരു നിമിഷം നോക്കി നിൽക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. ഈ ലോകത്ത് നല്ല വ്യക്തിത്വങ്ങള് എപ്പോഴും ശ്രദ്ധിക്കപ്പെടും എന്നതിന്റെ തെളിവാണ് ഈ ഒരു നോട്ടം. അതുകൊണ്ട് തന്നെ ഇത്തരം നോട്ടങ്ങള് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ പ്രതിഫലനം കൂടിയാണ്. മൂന്നാമത്തെ പോയിന്റ്, സംസാരിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ചില സമയങ്ങളില് നിങ്ങളോട് എന്തെങ്കിലും കാര്യമായി സംസാരിക്കാൻ ആഗ്രഹിച്ചാകാം അവൾ ഇങ്ങനെ നിങ്ങളെ തന്നെ നോക്കുന്നത്. ഒരു പക്ഷേ ഒരു സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു വിവരം പങ്കുവെക്കാനോ ആയിരിക്കാം ഈ ഒരു നോട്ടം. നേരിട്ട് വന്ന് സംസാരിക്കാൻ ഒരു മടിയുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നതും കാത്തിരിക്കുകയാകാം അവള്. ഈ നോട്ടം വളരെ ഗൗരവമുള്ളതോ അല്ലെങ്കിൽ എന്തോ ചോദിക്കാൻ ആയിട്ടുള്ളതോ ആയി നിങ്ങൾക്കും തോന്നും. പരിചയമുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാകും ഇത്. നിങ്ങൾ തിരക്കിലാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയും അവൾ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം. പലപ്പോഴും ഒരു ഹലോ പറയാൻ പോലും ആത്മവിശ്വാസം ഇല്ലാത്തപ്പോൾ ഇത്തരം നോട്ടങ്ങൾ സംഭവിക്കാറുണ്ട്. നിങ്ങളൊന്ന് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ
എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്താൽ ആ ഒരു മടി അവളുടെ മാറുന്നതാണ്. സംസാരിക്കാൻ അവസരം കാത്തു നിൽക്കുന്ന ഒരാളുടെ നോട്ടത്തിന് ഒരു പ്രത്യേകതയും ഉണ്ടാകും. അത് വെറുമൊരു കൗതുകമല്ല, മറിച്ച് ഒരു ആവശ്യത്തിനുള്ള കാത്തിരിപ്പാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ മുൻകൈ എടുക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാക്കും. 4ാമത്തെ പോയിന്റ്, നിങ്ങളെ കാണുമ്പോൾ അവൾക്ക് വേറെ ആരെയെങ്കിലും ഓർമ്മ വരുന്നത് കൊണ്ടാകാം. നിങ്ങളെ കാണാൻ അവൾക്ക് മുൻപേ പരിചയമുള്ള ആരെങ്കിലുമായിട്ട് ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് എങ്കിൽ അതും ഈ ഒരു നോട്ടത്തിന് കാരണമാകും. ഒരു പഴയ ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ആയി നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നുള്ളൊരു സംശയത്തിലും ഇങ്ങനെ ഈ ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കും. ചിലപ്പോൾ സിനിമയിലോ ടിവിയിലോ കണ്ടു പരിചയമുള്ള ഒരാളുടെ മുഖഛായ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള നോട്ടം പലപ്പോഴും അല്പം ആശയക്കുഴപ്പം നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം നോട്ടങ്ങൾ പ്രണയമാകണം എന്നില്ല. മനുഷ്യന്റെ മസ്തിഷ്കം എപ്പോഴും പരിചിതമായ മുഖങ്ങളെ തെരഞ്ഞുകൊണ്ടേയിരിക്കും. അപരിചിതമായ ഒരിടത്ത് പരിചിതമായ ഒരു മുഖം കണ്ടാൽ ആരും ഒന്ന് സൂക്ഷിച്ചു നോക്കും. ഇത്തരം നോട്ടങ്ങൾ പലപ്പോഴും പെട്ടെന്ന് അവസാനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സാധാരണമായി സംഭവിക്കുന്ന ഒന്നാണ്. 5ാമത്തെ പോയിന്റ്, നിങ്ങളുടെ സ്റ്റൈല് കണ്ടിട്ടാണ്. നിങ്ങളുടെ ഡ്രസ്സിംഗ് രീതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലുക്കോ വളരെ വ്യത്യസ്തമാണ് എങ്കിൽ അത് സ്ത്രീകളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും. ഒരു പുരുഷൻ നല്ല രീതിയിൽ ഡ്രസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹെയർ സ്റ്റൈലോ അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഷൂസോ പോലുള്ള ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും പെൺകുട്ടികൾ നോക്കാൻ കാരണമാകും. ചില പുരുഷന്മാർക്ക് ഒരുതരം നിഗൂഢതയുള്ള സ്വഭാവമുണ്ടാകും. അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലും ഈ ഒരു നോട്ടം സംഭവിക്കാം. അധികം സംസാരിക്കാത്ത തൻ്റെതായ ലോകത്ത് ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാകും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം അവളുടെ നോട്ടത്തിൽ ഉണ്ടാകും. അതേപോലെ ലുക്കിനേക്കാൾ ഉപരിയായി നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടു നടക്കുന്ന രീതിയാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. വ്യത്യസ്തതയുള്ള കാര്യങ്ങളെ കണ്ണുകൾ എപ്പോഴും പിന്തുടരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എങ്കിൽ ആ നോട്ടം നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, എല്ലാ നോട്ടങ്ങളും പ്രണയമാകണമെന്നില്ല. സാഹചര്യം കൂടി മനസ്സിലാക്കി വേണം നിങ്ങളൊരു നിഗമനത്തിൽ എത്താൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതൊന്നും അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കൂടി അയച്ചു കൊടുക്കാനും ആരും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്